ഭീമ കൊറേഗാവ് കേസിലേക്കാണ് പോകുന്നത്. ഇതിൽ അറസ്റ്റിലായിരുന്ന 5 വർഷമായി തടവിൽ കഴിഞ്ഞിരുന്ന മലയാളി അധ്യാപകൻ കൂടിയായ ഡൽഹി സർവകലാശാലയിലെ മുൻ പ്രൊഫസർ കൂടിയായ ഹാനി ബാബുവിന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. നേരത്തെ സുപ്രീം കോടതിയിൽ ഇദ്ദേഹം ജാമ്യത്തിനായി പോയിരുന്നു. പക്ഷേ മുംബൈ ഹൈക്കോടതിയെ സമീപിക്കാനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. പിന്നീട് ഈ കേസിൽ ഉൾപ്പെട്ടിരുന്ന ബാക്കിയുള്ളവർ കൂടിയിട്ട് ജാമ്യം ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം സംഘപരിവാർ ഭരണകൂടം എങ്ങനെയാണ് ഈ ഭീമ കൊറേഗാവ് കേസ് ഉണ്ടാക്കുകയും അതുവഴിയിട്ട് സാംസ്കാരിക പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളുമായ നിരവധി പേരെ ജയിലിലടക്കുകയും ചെയ്തതെന്നുള്ള നമ്മുടെ മുമ്പിലുള്ളതാണ്. ഇതിലേക്കാണ് നിഷാദ്. നമുക്കറിയാം കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ഭീമ കൊറേഗാവ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഹാനി ബാബു ജയിലിലായിരുന്നു. സ്റ്റാൻ സ്വാമി അടക്കമുള്ളവരുടെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ശരിക്കും സംഘപരിവാർ ഭയപ്പെട്ടിരുന്ന ഒരു കൂട്ടം മനുഷ്യാവകാശ പ്രവർത്തകർ, ആക്ടിവിസ്റ്റുകൾ, എഴുത്തുകാർ ഇവരെയൊക്കെ ജയിലറയ്ക്കുള്ളിലാക്കി ഇപ്പോഴും ആ കേസിൽ വിചാരണ പോലും തുടങ്ങിയിട്ടുമില്ല. മൊത്തത്തിൽ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നോക്കൂ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് 5 വർഷമായി ജയിലിൽ കിടക്കുന്ന മനുഷ്യനെതിരെ ഒരു തെളിവും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല കേസ് മുന്നോട്ട് പോകുന്നില്ല. എന്തുകൊണ്ടാണല്ലോ കോടതി ജാമ്യം കൊടുക്കുന്നത്? അയാളുടെ നഷ്ടപ്പെട്ട 5 വർഷങ്ങൾക്ക് ആരും ഉത്തരം പറഞ്ഞുള്ള ബേസിക് ക്വസ്റ്റ്യനാണ് ഇത് ആരംഭിക്കേണ്ടതെന്ന് കാണണം. അപ്പോൾ ഈ മനുഷ്യാവകാശ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ, ഇന്ത്യയിലെ അക്കാഡമിഷ്യന്മാർ ഇവർക്കെതിരെ എല്ലാം എടുത്തിരിക്കുന്ന ഈ അർബൻ നക്സലുകൾ എന്ന മുദ്ര കുത്തി എടുത്തിരിക്കുന്ന കേസുകൾ പലതും ഇപ്പോഴും പലതുമല്ല, മുക്കാലും കേസുകൾ, ഏറ്റവും അവസാനം നമ്മൾ ഒമർ ഖാലിദിൻ്റെ കേസ് വരെ കാണുന്നു. അവയ്ക്കൊന്നും ഒരു തെളിവുമില്ല, ഒരു അടിസ്ഥാനവുമില്ല എന്ന് ബോധ്യമുണ്ടെങ്കിലും എന്തൊക്കെയോ താല്പര്യങ്ങളുടെ പേരിൽ അവരെല്ലാവരും ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. 5 വർഷം എത്ര ജാമ്യാപേക്ഷകൾ തള്ളിക്കളഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ ഇവിടെ പുറത്തിറക്കൊണ്ട് വന്നിരിക്കുന്നത് എന്ന കാര്യം ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ഇന്ത്യയിലെ മനുഷ്യാവകാശ പ്രവർത്തകരെ, അക്കാഡമിഷ്യന്മാരെ, മാധ്യമ പ്രവർത്തകരെ, അധ്യാപകരെ, സർക്കാരിനെതിരെ സംസാരിക്കുന്നവരാണെങ്കിൽ, ജാതീയതയ്ക്കെതിരെ സംസാരിക്കുന്നവരാണെങ്കിൽ, ഈ പറയുന്ന നീതി നിഷേധത്തിനെതിരെ സംസാരിക്കുന്നവരാണെങ്കിൽ, ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റുകളാണെങ്കിൽ അവരെയെല്ലാം പിടിച്ച് അകത്തിടണം എന്ന് തീരുമാനിക്കുന്ന ഭരണകൂടമാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതിൻ്റെ ഉപോൽപ്പന്നമാണിത്. അതായത് മനുഷ്യാവകാശ സംഘടനകൾ, ഇപ്പോൾ ആംനസ്റ്റി പോലുള്ള സംഘടനകൾ പോലും ഇന്ത്യയിൽ പ്രവർത്തിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച ഒരു ഭരണകൂടമാണ് ഈ ഭരണകൂടം. അത് പ്രത്യേകം കാണുക. അതിനൊപ്പം തന്നെ ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് മനുഷ്യാവകാശത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളെയും പിടിച്ചകത്തിടുക. മനുഷ്യാവകാശത്തെക്കുറിച്ചൊന്നും നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ മനുഷ്യാവകാശത്തിന് അങ്ങനെ കൂടുതൽ വാല്യൂ കൊടുക്കുന്നുമില്ല, ഞങ്ങൾ എങ്ങനെയെങ്കിലും പെഗാസസ് നിങ്ങളുടെ ഫോണിൽ കുത്തിവെച്ച് നിങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യവും ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു, ഞങ്ങൾ സഞ്ചാര സാധ്യത കൊണ്ടുവന്ന് നിങ്ങളെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ മനുഷ്യാവകാശം, സ്വാതന്ത്ര്യം, ഭരണഘടനാ അവകാശം, സർക്കാർ വിമർശനം, ജാതീയമായ വിവേചനത്തിൻ്റെ ഇഷ്യൂസ് ഇതൊന്നും ഉന്നയിക്കേണ്ട എന്നാണ് സർക്കാർ പറയുന്നത്. അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളെ പിടിച്ച് ജയിലിലിടുകയും നിങ്ങൾക്കെതിരെ വലിയ കുറ്റങ്ങൾ ചുമത്തുകയും ചെയ്യും. ഈ കേസ് നോക്കി, ഈ കേസ് കോടതിയിൽ വന്നതിന് ഫ്രം ദ വെരി ബിഗിനിങ് ഈ കേസിലെ പൊള്ളത്തരങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് കോടതി ജാമ്യത്തിന് 5 വർഷം വൈകി എന്നുള്ള ക്വസ്റ്റ്യനാണ് വലിയ ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കേസിനെക്കുറിച്ചാണ് ഏറ്റവും വലിയ വിവാദം. പെഗാസസും ഈ സഞ്ചാർ സാധ്യതയൊക്കെ വരുന്നതിന് മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ ആസനൽ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഏജൻസി നടത്തിയിട്ടുള്ള പഠനത്തിൽ ഈ കേസിൽ പ്രധാനമന്ത്രിയെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് ഈ കേസ്, ഈ ഭീമ കൊറേഗാവ് കേസിൽ ഇവർക്കെല്ലാം എതിരെ എടുത്തിരിക്കുന്നത്, അർബൻ നക്സലുകളായ ആളുകൾക്കെതിരെ. അപ്പോൾ ഈ ഗൂഢാലോചനയ്ക്ക് അനുഗുണമായ തെളിവുകൾ ഇവരുടെ ഡിവൈസുകളിൽ നിന്ന് കണ്ടെത്തിയെന്നാണ് പൂനെ പോലീസ് പറയുന്നത്. ഈ ഡിവൈസുകളെല്ലാം റിമോട്ട് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ മെഷീനിൽ കുത്തിവെച്ചതാണ്, എന്ന് പറഞ്ഞാൽ കൊണ്ട് നിക്ഷേപിച്ചതാണ് ഹിഡൻ ഫോൾഡറുകളിൽ നിന്ന് ഒന്നിലധികം ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നു. 22 മാസത്തോളം ഇവരുടെയൊക്കെ ഈ ഡിവൈസുകൾ പലതും എക്സ്റ്റേണൽ ഹാക്കർമാരുടെ നിയന്ത്രണത്തിലായിരുന്നു. അവർ പലതരത്തിലുള്ള ഇടപാടുകൾ അതിനകത്ത് നടത്തിക്കൊണ്ടിരുന്നു. സ്റ്റാൻ സ്വാമി മരിച്ചതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ഡിവൈസിൽ ചില സംഗതികൾ കൊണ്ടുവന്ന് ഇഞ്ചെക്ട് ചെയ്തു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ ഭയാനകമായ കാര്യം. നമ്മൾ ഒരിക്കൽ പോലും സർക്കാരിനെതിരെ സംസാരിച്ചിട്ടില്ല. സിഗേഷിന് സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെയൊക്കെ സിഗേഷിനെ പൂട്ടണമെന്ന് സർക്കാരിന് തോന്നിയാൽ പോലീസ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലാപ്ടോപ്പിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്ത് അവർക്ക് ആവശ്യമുള്ള സംഗതികൾ കൊണ്ടുവന്ന് വയ്ക്കുന്നു. അതെടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾ ഇന്ന ഗൂഢാലോചന നടത്തുന്നവരിൽ നിങ്ങളെ ജയിലിലാക്കുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു രക്ഷയുമില്ല, പൂട്ടാൻ തീരുമാനിച്ചാൽ ആരെയും പൂട്ടും. അതാണ് ഈ കേസിൻ്റെ മർമ്മം എന്ന് പറയുന്ന കാര്യം. ഇത് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇതിൻ്റെ ഹാഷ് വാല്യൂവുമായി ബന്ധപ്പെട്ട ഒരു വിശദാംശങ്ങളും ഈ ഡിവൈസിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇവരുടെ വീട്ടിൽ ആർക്കും കൊടുത്തിട്ടില്ല എന്ന് കാണുക. ഭീമ കൊറേഗാവ് സംഭവം നമുക്കറിയാം. അവിടെ ജുഡീഷ്യൽ കമ്മീഷൻ തന്നെ പറയുന്നത് അവിടെ ഹിന്ദുത്വരാണ് ആക്രമണം നടത്തിയിട്ടുള്ള ദലിത് കൂട്ടായ്മയ്ക്കെതിരെ എന്നാണ്. എൽഗാർ പരിഷത്തിന് ഏതെങ്കിലും തരത്തിൽ അക്രമവുമായി ബന്ധമില്ലെന്ന് പോലീസ് തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ സംഗതികളെല്ലാം കോടതിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ വിദേശ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ള അവരുടെ ലബോറട്ടറി റിസൾട്ട് കോടതിയുടെ മുമ്പിലുണ്ട്. ഈ എൽഗാർ പരിഷത്തിന് അക്രമവുമായി ബന്ധമില്ലെന്ന് പോലീസ് തന്നെ സമ്മതിക്കുന്ന ഡോക്യുമെൻ്റ് കോടതിയുടെ മുമ്പിലുണ്ട്. ഹിന്ദുത്വ ഗ്രൂപ്പുകളാണ് ആക്രമണം നടത്തുന്നുള്ള ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് കോടതിയുടെ മുമ്പിലുണ്ട്. എന്നിട്ടും എന്തേ ഈ പറയുന്ന മനുഷ്യർക്കെല്ലാം ജാമ്യം കിട്ടാൻ ഇത്ര താമസം എടുക്കുന്നുള്ള ക്വസ്റ്റ്യൻ കോടതിക്ക് മുമ്പിലേക്കാണ് ചോദിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. ഈ എത്രയോ മനുഷ്യർ കിടക്കുന്നു. ഇപ്പം നമ്മൾ ഈ ഹാനി ബാബുവിനെ കാണുന്നു, റോണ വിൽസനെ കാണുന്നു, സ്റ്റാൻ സ്വാമിയെ കാണുന്നു, ഒമർ ഖാലിദിനെ കാണുന്നു, ഗൗതം നവ്ലാഖയെ കാണുന്നു. എത്രയോ പേർ
ഞാൻ എപ്പോഴും പറയാൻ തോന്നുന്നത് വേറെ വല്ല രാജ്യത്തുമായിരുന്നെങ്കിൽ ഇവരുടെയൊക്കെ പ്രവർത്തനത്തിന് ഇവർക്ക് അംഗീകാരങ്ങളാണ് കിട്ടുക, ഗവൺമെൻറ് അവരെ കൊണ്ടു നടക്കും അല്ലേ, ആദരിക്കപ്പെടുന്ന മനുഷ്യർ. ഇവിടെ നിങ്ങൾ മിണ്ടിപ്പോയാൽ നിങ്ങളെ പിടിച്ച് അകത്തിടുകയാണ്. അപ്പോൾ സിസ്റ്റം പ്രവർത്തിക്കുന്നത് അവരെ ഇല്ലാതാക്കാനാണ്. ഗവൺമെൻറ്റിനെതിരെ മിണ്ടുന്ന എല്ലാവരെയും ജയിലിലടയ്ക്കുക, നിശബ്ദമാക്കുക എന്ന ആലോചന നടക്കുന്നു. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ കാണുന്ന സഞ്ചാര സാധ്യമൊക്കെ. ഇനിയും ആളുകൾ അകത്ത് പോകും, എത്രയോ പേരെ പിടിച്ചുകൊണ്ട് പോകുന്നു, ഒരു ഉത്തരവും ഇല്ലാതെ അകത്ത് കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു കോടതി പറഞ്ഞത്, അന്ന് ഡൽഹി സ്ഫോടനം നടന്നല്ലോ, ആ സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരാൾ UAPA കേസിൽ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അന്ന് കോടതി പറഞ്ഞത് ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിച്ചുകൊണ്ട് ശരിയായ സന്ദേശം കൊടുക്കാൻ പറ്റിയ ഒരു സമയം തന്നെ കൊണ്ടുപോകണം പറഞ്ഞു. ഫൈൻ ഡേ അങ്ങനെയാണ് കോടതി പെരുമാറേണ്ടത്. അത് ഏത് അഭിശപ്ത കാലത്തും മുന്നിൽ വരുന്ന സംഗതിയുടെ മെറിറ്റ് മാത്രം നോക്കിയല്ലേ കോടതി. ഇപ്പോൾ അയാളുടെ ബെയിൽ നിഷേധിച്ചു. അയാളുടെ ബെയിലിനകത്ത് സംഗതികളുണ്ടെങ്കിൽ, അയാളെ പിടിച്ച് അകത്തിടാനുള്ള സംഗതികളുണ്ടെങ്കിൽ അയാൾക്ക് ബെയിൽ കൊടുക്കണ്ട, അല്ലേ കൊടുക്കണം. ബെയിലാണ് അവളുടെ റൈറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഭരണഘടനയ്ക്കകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് പറയാൻ തോന്നുന്നില്ല, ഭരണകൂടം അതിൻ്റെ താല്പര്യങ്ങൾ ഉപയോഗിക്കും. അതിപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. കോടതികൾ ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ഈ കേസ് ഇത് തുടർച്ചയായി വരികയാണല്ലോ, പ്രധാനപ്പെട്ട ആൾക്കാരെ ഒക്കെ പിടിക്കുകയാണല്ലോ, ഇവരെല്ലാം കൊണ്ടുവന്നിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് ഫാബ്രിക്കേറ്റഡ് ആണെന്നുള്ള ഒരുപാട് തെളിവുകളുണ്ടല്ലോ, എന്നിട്ടും എന്താ അവരെ പുറത്തുവിടാത്തത്? ഡൽഹി കലാപ കേസിൽ ഉമർ ഖാലിദിനായിട്ട് കണ്ടെത്തിയിട്ടുള്ള തെളിവ് എന്താണെന്ന് ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ഒരു തെളിവും കൊണ്ട് ഹാജരാക്കാൻ പറ്റിയിട്ടില്ലല്ലോ. എന്നിട്ടും ഈ പറയുന്ന പോലീസ് ഉണ്ടാക്കുന്ന ഗുരുതരമായ ആരോപണത്തിൻ്റെ വൈകാരിക തലത്തിൽ നിന്നുകൊണ്ട് കോടതി തീരുമാനമെടുത്ത് പോവുകയാണ്. ചില കേസുകൾ വന്നാൽ ചില പ്രത്യേക ജഡ്ജസിൻ്റെ കോർട്ട് റൂമിലേക്ക് മാത്രം അത് പോകുന്നു. അവർ സ്വാഭാവികമായിട്ടും സർക്കാരിന് താല്പര്യമുള്ള തരത്തിലുള്ള വിധി പ്രസ്താവങ്ങൾ വരുന്നുള്ള വിമർശനം പോലും നമ്മുടെ ജുഡീഷ്യറിൽ നിന്ന് കേൾക്കുന്നു. അപ്പോൾ ഇത് ആശ്വാസകരമാണെന്നും പറയാൻ പറ്റില്ല. 5 വർഷം അയാളുടെ നഷ്ടപ്പെട്ടല്ലോ, ഇനിയും പിടിച്ചുകൊണ്ട് പോകാം, ഇനിയും വേറെ കേസെടുക്കാം, അതൊക്കെ സംഭവിക്കാം. അപ്പോൾ ഇന്ത്യയിലൊരു മോശം പ്രാക്ടീസ് നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം നിൽക്കെ അതിനെതിരെ സംസാരിക്കേണ്ട കോടതികൾ, തെളിവുകൾ ഓഡിറ്റ് ചെയ്യേണ്ട കോടതികൾ, അതിനെല്ലാം ഡിസക്ട് ചെയ്തുകൊണ്ട് ആളുകൾക്ക് നീതിന്യായ നിലപാടുകൾ പ്രഖ്യാപിക്കേണ്ട കോടതികൾ അത് ചെയ്യുന്നില്ല എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് കോടതിയെക്കുറിച്ച് നിരാശപ്പെടാനുള്ള ഒരു ദിവസമായിട്ടേ ഞാൻ ഇതിനെ കാണുള്ളൂ. സാറേ, ഇതിൽ NIA ഈ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് പറഞ്ഞ കാര്യം, മറ്റു പ്രതികൾ ജയിലിൽ കിടന്ന അത്രയും കാലം ഇതുവരെ ഹാനി ബാബു കിടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ജാമ്യം അടിസ്ഥാന അവകാശമാണെന്ന് നമ്മുടെ കോടതികൾ തന്നെ മറന്നു പോവുകയാണ്. ഇതൊരു ഹാനി ബാബുവിൻ്റെ മാത്രം കാര്യമില്ല. അതിൽ നമ്മൾ ഈ ഭീമെ കൊറേഗാവ് കേസിനെ കുറിച്ച് വേറെ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കേണ്ടത്. BK-16 എന്ന പേരിലാണ് ഈ കേസ് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ 16 ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ കഴിയുന്ന, വിവിധ സംസ്ഥാനങ്ങളിൽ, നഗരങ്ങളിൽ കഴിയുന്ന അറിയപ്പെട്ട ട്രേഡ് യൂണിയൻ പ്രവർത്തകർ, അക്കാഡമിക്കുകൾ, ഇൻ്റലക്ച്വൽസ്, അഭിഭാഷകർ, എഴുത്തുകാർ, പത്രപ്രവർത്തകർ, നമ്മുടെ പൊതുജീവിതത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ സുധാ ഭരദ്വാജിനെ പോലെയുള്ള ആളുകൾ, അവർ അമേരിക്കയിൽ വളരെ ഉയർന്ന ജോലി ഉണ്ടായിരുന്ന ആളാണ്. അതൊക്കെ ഒഴിവാക്കി ഈ ഇന്ത്യയിൽ ഈ പറയുന്ന ബോണ്ടഡ് ലേബർ എന്ന് ആ ഏരിയയിൽ തൊഴിലവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ച ആളാണ്. സ്റ്റാൻ സ്വാമി തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ജസ്യൂട്ട് പുരോഹിതനാണ്. അദ്ദേഹം ഉത്തരേന്ത്യയിലെ ഈ പറയുന്ന ആദിവാസി മേഖലകളിൽ ജീവിതം സമർപ്പിച്ച മനുഷ്യനാണ്. ഇങ്ങനെ റോണ വിൽസൺ ആകട്ടെ, അരുൺ ഫെറീറ ആകട്ടെ, ആനന്ദ് തെൽത്തുബ്ഡെ ആകട്ടെ, ഇങ്ങനെയുള്ള അക്കാദമിക മേഖലകളിലും മനുഷ്യാവകാശ മേഖലകളിലുമൊക്കെ വലിയ സംഭാവന അർപ്പിച്ചിട്ടുള്ള മഹാമനീഷികളായ മനുഷ്യരാണ് ഈ 16 പേര്, ഈ BK-16 എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ. ഒരു പക്ഷേ ഇന്ത്യയിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വന്നിട്ടുള്ള ഹൈ പ്രൊഫൈൽ കേസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കേസ്, ഭരണകൂടം തന്നെ ഏറ്റവും സൂക്ഷ്മമായി മോണിറ്റർ ചെയ്തൊരു കേസായിട്ടാണ് ഇതിനെ കാണുന്നത്. അതിന് കാരണം എന്താണെന്നറിയോ? ഈ പറയുന്ന ഭീമെ കൊറേഗാവ് എന്ന് പറയുന്ന ആ സംഭവം, അല്ലെങ്കിൽ എൽഗാർ പരിഷത്ത് എന്തായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. 2018 ജനുവരി 1 ഭീമെ കൊറേഗാവ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൻ്റെ പ്രത്യേകത 1818 അവിടുത്തെ മഹർ ജാതിക്കാർ, ഏറ്റവും പിന്നോക്കമായ ജാതി, അംബേദ്കറുടെ ജാതിയാണ് മഹർ ജാതിക്കാർ അവിടുത്തെ ഈ ബ്രാഹ്മിൻ പേഷ്വ ഭരണകൂടവുമായിട്ടൊരു യുദ്ധം നടക്കുകയാണ്. അതിൽ മഹർ വിഭാഗം വിജയിക്കുന്നു. അതിൽ വേറെയും രസകരമായൊരു സംഗതിയുണ്ട്. ഈ അന്നത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായം ഈ മഹർ ജാതിക്കാർക്കുണ്ടായിരുന്നു. അവിടെ അത് നോക്കണം. ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരെയാണ് സഹായിക്കുന്നത്? ഇന്ത്യയിലെ ദലിത് വിഭാഗത്തെയാണ് സഹായിക്കുന്നത്. അവരാർക്കെതിരെയാണ് പോരാടുന്നത്? ഇന്ത്യയിൽ അവർ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന ഈ പേഷ്വ ഭരണാധികാരികൾ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അവരുടെ ജീവിതത്തെ സ്തംഭിപ്പിക്കുന്ന ശക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ഇവിടുത്തെ സവർണ ബ്രാഹ്മണ ആധിപത്യമാണ്. അതിനെതിരെ അവർ നടത്തിയ ഒരു യുദ്ധം, ഒരു പോരാട്ടം, അത് വിജയിച്ച ദിവസം എന്നുള്ളതാണ് 1818 ജനുവരി 1. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ജനുവരി 1 ഈ ഭീമെ കൊറേഗാവിൽ ദലിത് പ്രവർത്തകർ, സംഘാടകർ ഒത്തുചേർന്ന് ഈ 1818 വിജയ ദിവസം ആഘോഷിക്കാറുണ്ട്. അവിടെ ഒരു സ്തൂപമുണ്ട്, ഒരു വിജയസ്തംഭമുണ്ട്. ആ വിജയസ്തംഭത്തിന് ചുറ്റുമാണ് ഇവർ ഒത്തുചേരാറുള്ളത്.
2018 ജാനുവരി 1 പ്രത്യേകത എന്താണ്? ഇതിൻ്റെ 100ാം വാർഷികമാണ്. അന്ന് 10,000-കണക്കിന് മനുഷ്യർ ഒത്തുചേർന്ന് ഈ ജാനുവരി 1 പരിപാടിയുടെ തലേ ദിവസം 2017 ഡിസംബർ 31 അവിടെ നടന്ന ഒരു സംവാദ സദസ്സ്, അല്ലെങ്കിൽ ഒരു ഇൻ്റലക്ച്വൽ കൊളോക്കി എന്ന് പറയുന്നതാണ് എൽഗാർ പരിഷത്ത്. എൽഗാർ പരിഷത്ത് എന്ന് പറഞ്ഞാൽ അസംബ്ലി ഓഫ് ദി ഡിഫിയൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ പരിപാടിയുടെ മുഖ്യ സംഘം, അതിൻ്റെ അധ്യക്ഷനാരായിരുന്നു വെച്ചാൽ കോൾസെ പട്ടേൽ, ബോംബെ ഹൈക്കോടതിയിലെ പഴയ ജഡ്ജ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഘാടകൻ PB സാവന്ത്, സുപ്രീം കോടതിയിലെ പഴയ ജഡ്ജ് ഒക്കെ ആയിരുന്ന സമൂഹത്തിൽ അറിയപ്പെട്ട മനുഷ്യർ സംഘടിപ്പിച്ചൊരു പരിപാടിയാണ്. അപ്പോൾ ആ പരിപാടി ആദ്യം ഇതിന് ഭീമ കൊറേഗാവ് ജാനുവരി 31 ഇതുണ്ടാവുന്നു, ഈ ആഘോഷ പരിപാടിക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു. ജാനുവരി 1 2018 ജാനുവരി 1 ഈ ആഘോഷ പരിപാടിക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു. ആരാണ് ആക്രമണം നടത്തുന്നത്? അവിടുത്തെ ഹിന്ദുത്വവാദികൾ. അപ്പോൾ അതിൻ്റെ പേരിൽ പോലീസ് കേസെടുക്കുന്നു. പോലീസ് കേസുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ പിന്നീടാണ് ആ കേസ്, ഈ എൽഗാർ പരിഷത്തിനെതിരായ ഒരു കേസ് വരുന്നത്. അത് NIA ഏറ്റെടുക്കുന്നു. ഈ എൽഗാർ പരിഷത്ത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുവാൻ, മോഡിയെ കൊല്ലുവാനുള്ള ഒരു ഗൂഢസഭയായിരുന്നു എന്നാണ് കേസ് പറയുന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ട് UAPA ചേർന്നു ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഈ പറയുന്ന ആളുകളെ, ഈ 16 പേരെ അറസ്റ്റ് ചെയ്യുന്നു. അത് എന്താണ്? മോഡിയെ കൊല്ലാനുള്ള ഗൂഢപദ്ധതി ഇവർക്കുണ്ടായിരുന്നു. അതിൻ്റെ പ്രോജക്റ്റൊക്കെ ലാപ്ടോപ്പിലിട്ട് നടക്കുമായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കൊല്ലാനുള്ള ഗൂഢപദ്ധതി ലാപ്ടോപ്പിൽ ഫയലായിട്ട് സൂക്ഷിക്കുക, ഡോസിയറായിട്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ വലിയ മണ്ടത്തരയില്ലല്ലോ. അപ്പോൾ ആ ഫയലുകൾ തന്നെ അത് കൃത്രിമ റിമോട്ട് ഹാക്കിംഗ് വഴി ഇവരുടെ സിസ്റ്റത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്തതാണെന്ന് ആർസനൽ ഫോറൻസിക് എന്ന് പറഞ്ഞിട്ടൊരു അമേരിക്കൻ ലാബ് കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഇത് സമ്പൂർണ്ണമായി അടിമുടി കെട്ടിച്ചമച്ചൊരു കേസായിരുന്നു, എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ എന്താ ചെയ്യാൻ, നോക്കൂ, സ്റ്റാൻ സ്വാമി ജയിലിനകത്ത് വെച്ച് മരിച്ചു. അദ്ദേഹം ബോംബെ ഹൈക്കോടതിയിൽ കൊടുക്കുന്ന ഒരു ഹർജി നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. എന്താണ് ഹർജി എന്നറിയോ? എനിക്ക് വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല, എനിക്ക് പാർക്കിൻസൺസ് രോഗിയാണ്, കൈ വിറക്കുന്നു, ഗ്ലാസ് കൈ പിടിക്കാൻ പറ്റില്ല, എനിക്കൊരു സിപ്പർ ഉപയോഗിക്കാൻ അനുമതി തരണം. അയ്യോ, നിങ്ങൾ എന്നെ പിടിക്കുമ്പോൾ കൊണ്ടുപോയ എൻ്റെ ബാഗുണ്ടല്ലോ, എൻ്റെ ഹാൻഡ് ബാഗിൽ സിപ്പറുണ്ട്, അത് തന്നാലും മതി. ഭരണകൂടത്തിന് വലിയൊരു സിപ്പർ മേടിച്ചിട്ട് അതിൻ്റെ പേരിൽ ഖജനാവിന് നഷ്ടം വരണ്ട. എന്നെ പിടിക്കുമ്പോൾ നിങ്ങൾ പിടിച്ചുകൊണ്ട് പോയ എൻ്റെ ഹാൻഡ് ബാഗിൽ എൻ്റെ സിപ്പർ കിടപ്പുണ്ട്, അതെനിക്ക് തരണം. ഒരു വയോധികനായ ഒരു പുരോഹിതൻ കോടതിക്ക് മുമ്പാകെ വെക്കുകയാണ്. കോടതിക്ക് മുമ്പാകെ ഒരു പ്രേയറുമായിട്ട് ചെല്ലുകയാണ്. ഈ മനുഷ്യൻ അവിടെ ജയിലിൽ കിടന്ന് മരിക്കുന്നു. എത്രയെത്ര മനുഷ്യരാണിങ്ങനെ. ഇത് സ്റ്റാൻ സ്വാമി ആയതുകൊണ്ട് നമ്മൾ അറിഞ്ഞു. ഇത് എങ്ങനെയാണ് നമ്മുടെ ജസ്റ്റിസ് സിസ്റ്റം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് ഏറ്റവും മികച്ചൊരു അടയാളമാണ് ഈ BK16 കേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഹാനി ബാബു ഇപ്പോൾ 5 വർഷത്തിന് ശേഷം പുറത്ത്, ഹാനി ബാബുവിനെ ടാർഗറ്റ് ചെയ്യാൻ എന്തായിരിക്കും കാരണം എന്ന് അറിയോ? ഈ പറയുന്ന ഭീമ കൊറേഗാവ് എൽഗാർ പരിഷത്തിനെതിരായ എന്തുകൊണ്ടാണ് ഭരണകൂടം ഫോക്കസ്ഡായ നിലപാട് സ്വീകരിച്ചത്? അതിൻ്റെ രാഷ്ട്രീയം എന്താണ്? ഈ പറയുന്ന ദലിത് പിന്നോക്ക രാഷ്ട്രീയം, സവർണ ബ്രാഹ്മണാധിപത്യത്തിനെതിരായിട്ടുള്ള ദലിതുകളുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ രാഷ്ട്രീയമാണ് ഭീമ കൊറേഗാവ് പറയുന്നത്. അപ്പോൾ അത് കമ്മമറേറ്റ് ചെയ്യുന്ന ആളുകൾ, അതിൻ്റെ പേരിൽ ജനങ്ങളെ സംഘടിപ്പിക്കുന്ന ആളുകൾ, അവരെ ഞങ്ങൾ വെച്ചേക്കില്ല എന്നാണ് ആ കേസിൻ്റെ സന്ദേശം. ഹാനി ബാബുവിൻ്റെ പ്രവർത്തനം ഇത് തന്നെയാണ്. ഹാനി ബാബു ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ മാത്രമായിരുന്നില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ നല്ല ശമ്പളം കിട്ടും, വൈകുന്നേരം ജോലി കഴിഞ്ഞ് കടയിൽ നിന്ന് സാധനം മേടിച്ച് വീട്ടിൽ പോകാവുന്ന ആളാണ്. പക്ഷേ പുള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല റിസർവേഷനായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റിസർവേഷൻ എന്ന വിഷയത്തിൽ ഫോക്കസ്ഡായിട്ട് പ്രവർത്തിക്കുകയും അതിനുവേണ്ടിയുള്ള പരിപാടികൾ, അലയൻസ് ഫോർ സോഷ്യൽ ജസ്റ്റിസ് പോലെയുള്ള സംഘാടനങ്ങൾ നിർവഹിക്കുകയും ചെയ്ത ആളാണ്. റിസർവേഷൻ മാത്രമല്ല, അതിനകത്ത് വിദ്യാർത്ഥികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട റിസർവേഷൻ മാത്രമല്ല, റോസ്റ്റർ സിസ്റ്റം, ഈ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ IIT-കളിലെ അധ്യാപന നിയമനവുമായി ബന്ധപ്പെട്ട റോസ്റ്റർ സിസ്റ്റത്തിനകത്ത് സംവരണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള കുവ്യവസ്ഥകൾ കൊണ്ടുവന്നതിനെതിരെ കോടതിയെ വരെ സമീപിച്ചിട്ടുള്ള, അതിനെതിരെയുള്ള പ്രവർത്തന നേതൃത്വം കൊടുത്ത ആളാണ്. നമുക്ക് ഉന്നത കലാലയങ്ങളിൽ, അതും IIT-കളിൽ അവന്മാരെ കയറ്റാൻ, ഈ ദലിതന്മാരെയും OBC-കാരെയും കയറ്റാനുള്ള ഒരു പദ്ധതി, അങ്ങനെയുള്ള പ്രചാരണത്തിന്, അങ്ങനെയുള്ള സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരാളെ ഉണ്ടല്ലോ, വെച്ചേക്കില്ല. കാരണം നിങ്ങൾ പ്രഹരിക്കുന്നത് ഈ ബ്രാഹ്മണാധിപത്യത്തിൻ്റെ മസ്തകത്തിലും. ബാക്കിയെല്ലാം സഹിക്കാം, മോഡിയെ ചെയ്തു പറഞ്ഞാലും കുഴപ്പമില്ല, BJP-യെ കുറ്റപ്പെടുത്താൻ പക്ഷേ ഇതുമ്മേ തൊട്ടാലുണ്ടല്ലോ യുഗാന്തരങ്ങളായി തങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ അധികാരമുണ്ടല്ലോ, അതുമ്മൽ സ്പർശിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വിടില്ല കേട്ടോ എന്ന സന്ദേശമാണ് BK16 കേസും അതിൽ ഹാനി ബാബുവിനെ പോലുള്ള ഒരാൾ പ്രതിയാകുന്നത്. അപ്പോൾ അത് ഹാനി ബാബുവിൻ്റെ ഒരു പ്രവർത്തനം
നിശ്ചയം വരും. ബാക്കി ആളുകളും ഈ സമാനമായ പ്രവർത്തന നേതൃത്വം കൊടുത്ത ആളുകളാണ്. സ്വാഭാവികമായിട്ടും അത്തരം ആളുകളെ എവിടെയാണെങ്കിലും വേട്ടയാടി പിടിക്കുക എന്നുള്ളതാണ് ഈ VK16 കേസിൻ്റെ പ്രത്യേകത. അപ്പം അത് അവർ പ്രധാനപ്പെട്ട വ്യക്തികളായതുകൊണ്ട്, നാട്ടിൽ അറിയപ്പെട്ട ആളുകളായതുകൊണ്ട് നമ്മളെല്ലാം അത് ചർച്ച ചെയ്യുന്നു. ലോകമാകെ ചർച്ച ചെയ്തു. ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഇടപെട്ടിട്ടുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഇടപെട്ടിട്ടുണ്ട്, UN-ൻ്റെ തന്നെ ഈ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ആനിബാബുവിൻ്റെ അല്ല, ഈ VK16 കേസിൽ ഇടപെട്ടിട്ടുണ്ട്. ലോകതലത്തിൽ തന്നെ പതിനായിരക്കണക്കിന് ഇൻ്റലക്ച്വൽസ് ലോകതലത്തിൽ ഈ വിഷയത്തിൽ ഇടപെടുകയും സിഗ്നേറ്ററീസ് ആവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെയൊന്നും ഇല്ലാത്ത മനുഷ്യർ 4,22,000 അണ്ടർ ട്രയൽസ് വിചാരണ തടവുകാരാണ് ഇന്ത്യയിലെ ജയിലിലുള്ളത് മനസ്സിലാക്കണം. ഈ കണക്ക് 2023 പ്രസിഡന്റ് സ്റ്റാറ്റിസ് ഇന്ത്യ കണക്ക് പ്രകാരമാണ്. PSIയുടെ 2023 കണക്ക് പ്രകാരം 4,22,000 ഇന്ത്യൻ ജയിലുകളിലുള്ള അണ്ടർ ട്രയൽസ്. ഇവർ കുറ്റവാളികളല്ല കേട്ടോ, വിചാരണ തടവുകാർ. അത് ഇപ്പം 4,39,000 ആയിട്ടുണ്ടാകാമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രൊജക്ഷൻ. അപ്പം ഈ പറയുന്ന ഇന്ത്യൻ ജയിലുകളിലെ മൊത്തം അന്തേവാസികളുടെ 76% ആരാണ്? അണ്ടർ ട്രയൽസാണ്. അവരിൽ 5 വർഷം കഴിഞ്ഞവരുണ്ട്, 10 വർഷം കഴിഞ്ഞവരുണ്ട്, 2 വർഷം കഴിഞ്ഞവരും ഒക്കെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ കൂടുതലും ദലിത് പിന്നോക്കക്കാരാണെന്ന്. അതിൽ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളോ ദലിതുകളോ പിന്നോക്ക വിഭാഗ ആദിവാസികളോ ആണ്. ഇത് ഒരു രാജ്യം അവരുടെ പൗരന്മാരിൽ 4,22,000 ആളുകളെ ചുമ്മാ പിടിച്ച് ഒരു വിചാരണയുമില്ലാതെ അകത്തിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, ഈ സംഖ്യ ഉണ്ടല്ലോ ലോകത്ത് 25ഓളം രാജ്യങ്ങളുടെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതലാണ്. അത് മനസ്സിലാക്കണം. നമ്മുടെ അണ്ടർ ട്രയൽസിനേക്കാൾ കുറഞ്ഞ ജനസംഖ്യയുള്ള 25ഓളം രാജ്യം. ഇപ്പോൾ ലോകത്തെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്, ലോക പൊളിറ്റിക്കൽ ഇതിനകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന രാജ്യമാണ് ഖത്തർ. ആ രാജ്യത്തിൻ്റെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് നമ്മുടെ അണ്ടർ ട്രയൽസ്. നമ്മുടെ തൊട്ടടുത്ത് എടുക്കുന്ന രാജ്യമാണ് മൗറീഷ്യസ്. ആ രാജ്യത്തിൻ്റെ ജനസംഖ്യയേക്കാൾ, ആ രാജ്യത്തിൻ്റെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതലാണ് നമ്മുടെ രാജ്യത്തെ വിചാരണ തടവുകാരുടെ എണ്ണം എന്ന് പറയുന്നത്. ഇതൊന്ന് ആലോചിച്ചു. ഒരു ഭരണകൂടം ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ നിലക്ക് ആലോചിക്കും. ഇത്രയും മനുഷ്യരെ തീറ്റിപ്പോരാനുള്ള ചിലവ് എത്രയാണ്? ഇത്രയും സംവിധാനങ്ങൾ വേണ്ടേ? അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? അതിന് ഖജനാവിൽ നിന്നുണ്ടാകുന്ന ചിലവ്, ഇത്രയും മനുഷ്യരുടെ ഊർജ്ജം, പ്രൊഡക്ടിവിറ്റി ഇല്ലേ? അത് ഈ മൊത്തം സമൂഹത്തിന് ലഭിക്കേണ്ടതല്ലേ? അവരുടെ കുടുംബത്തിന്, അവരുടെ നാടിന്, ഇൻഡസ്ട്രിക്ക് ഇത് ലഭിക്കേണ്ടതല്ലേ? അതും ഇല്ലാതാവുകയല്ല എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ വങ്കത്ത് നിറഞ്ഞ ഒരു ജസ്റ്റിസ് സിസ്റ്റം ഇവിടെ കൊണ്ടു കിടക്കുകയാണ്. എന്നിട്ട് ഇവരൊക്കെ സമയാസമയങ്ങളിൽ കോടതികളെ സമീപിക്കുന്നു, അവരുടെ കാര്യങ്ങൾ പറയുന്നു. അത് തുറന്നു കേൾക്കുവാൻ, ഇതിന് എന്താണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് കോടതികൾക്ക് ആകുലതയില്ലാത്ത എനിക്ക് തോന്നുന്നത്. കാരണം ഈ എൽഗാർ പരിഷത്ത് എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്ന ഒരു മനുഷ്യൻ, ബോംബെ ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്ന ഒരു മനുഷ്യൻ, ജസ്റ്റിസ് PB സാവന്തിൻ്റെയും ജസ്റ്റിസ് കോൾസായ് പട്ടേലിൻ്റെയും നേതൃത്വത്തിൽ നടന്ന പരിപാടിയാണ് ഈ പറയുന്ന എൽഗാർ പരിഷത്ത്. ആ പരിപാടിക്കെതിരെയാണ് ഇങ്ങനെ ഒരു കേസെടുത്തിരിക്കുന്നത്. എന്നിട്ട് 5 വർഷം ഒരു മനുഷ്യൻ, ഈ മനുഷ്യൻ 4 ദിവസമോ മറ്റോ ജയിലിൽ നിന്ന് ബെയിൽ കിട്ടിയിട്ടുണ്ട് നേരത്തെ. എന്തിനാണെന്നറിയോ? ഒരു കണ്ണിന് ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ രോഗികളായ മനുഷ്യരുണ്ട്, പലവിധ ആരോഗ്യ പ്രശ്നം അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ ഇവർ 4, 5, 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തു വിടുമ്പോൾ നീതിയുടെ പൊൻകിരണം കണ്ടുവെന്ന് നമ്മളെപ്പോലുള്ള ഈ പത്രങ്ങളൊക്കെ തലക്കെട്ട് എഴുതുക. ഈ അസംബന്ധം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഭീമാ കൊറേഗാവ് പോലെ നിരവധി സംഘപരിവാർ കെട്ടിച്ചമച്ച നിരവധി കേസുകളുടെ നാട് കൂടിയാണ് ഇന്ത്യ. അത്തരത്തിൽ വിചാരണ പോലും നടക്കാതെ ജയിലിൽ കഴിയുന്ന നിരവധി മനുഷ്യർ ഇപ്പോഴും ഉണ്ട്. അവർ കൂടിയിട്ടൊക്കെ ജാമ്യം കിട്ടുന്നൊരു കാലം വരുമായിരിക്കാം.